സമുദായാംഗങ്ങളുടെ അംഗസംഖ്യ പെരുപ്പിക്കാനും മറ്റുമായി യഥേഷ്ടം ലത്തീൻ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ അതിന് പ്രധാനമായും ഇരകളാക്കപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലുള്ളവർ തന്നെയാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവർ ജാതി മാറി സംവരണാനുകൂല്യം തട്ടിയെടുക്കുന്നതിനെ പറ്റി പോലും തീരവാസികളായ പലർക്കും അറിയുക പോലുമില്ല. പ്രതിസന്ധികളോട് പടവെട്ടി എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ പൂവാർ സ്വദേശിനി വിജയമേരി ഇന്ന് ജീവിക്കാനായി ചെറിയ കട നടത്തുകയാണ്. അങ്ങനെ നിരവധി പേർ തീര മേഖലയിൽ ഇപ്പോഴുമുണ്ട്. ഇത് പൂവാർ സ്വദേശിനി വിജയമേരി 2012 ചെന്നൈ സർവകലാശാലയിൽ നിന്ന് IT-യിൽ ബിടെക് ബിരുദം നേടി. PSCയുടെ നിരവധി പരീക്ഷകൾ എഴുതിയെങ്കിലും ഇന്നും സർക്കാർ ജോലി ഈ 35-കാരിക്ക് സ്വപ്നം മാത്രമാണ്. ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കുന്നു, 2 മക്കളുണ്ട്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതായപ്പോൾ തീരദേശ റോഡിനോട് ചേർന്ന് ചെറിയ കട നടത്തുകയാണ് ഈ യുവതി. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരിതാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ പെണ്ണുങ്ങളായിട്ട് പഠിച്ചതും ആരുമില്ല. ഞാൻ തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞ തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ട്. ഞാൻ ലോൺ എടുത്താണ് പഠിച്ചത്. പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ആരുമില്ലായിരുന്നു. ലോൺ എടുത്തിട്ടും അതും ഞാൻ പ്രൈവറ്റ് ഫാമിലൊക്കെ ജോലി ചെയ്ത് തന്നെയാണ് ലോൺ അടച്ച് തീർത്തത്. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികളായി പിന്നെ അതിൻ്റെ ഒരു രീതിയിലോട്ട് മാറി. പിന്നെ നമ്മുടെ ചുറ്റുപാടനുസരിച്ച് പിന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ അറിയാമല്ലോ, പ്രൈവറ്റായിട്ട് പോകണമെങ്കിൽ നമ്മളെന്തെങ്കിലും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ഡൊണേഷനായിട്ട് പോലും. ടീച്ചറായിട്ട് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പിറന്ന വിജയമേരിയാണ് കുടുംബത്തിൽ ആദ്യമായി 10ാം ക്ലാസ് ജയിച്ച പെൺകുട്ടി. സർക്കാർ സ്കൂളിലായിരുന്നു പഠനം. +2 കഴിഞ്ഞ് വിദ്യാഭ്യാസ വായ്പ എടുത്താണ് ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിൽ കമ്പ്യൂട്ടർ അധ്യാപികയായും ഒക്കെ ജോലി ചെയ്താണ് വായ്പ അടച്ചു തീർത്തത്. തനിക്കുണ്ടായ അവസ്ഥ മക്കൾക്കെങ്കിലും ഉണ്ടാകരുതെന്ന് വിജയമേരി പറയുന്നു. അപ്പോൾ എനിക്കിപ്പോൾ 35 വയസ്സായി. അപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നാളെ ഇതുപോലത്തെ ഒരവസ്ഥ, കാരണം നമുക്ക് കിട്ടേണ്ട സംവരണം നമുക്ക് കിട്ടണം എന്നുള്ള ഒരിതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നാളെ നമ്മുടെ അടുത്ത ജനറേഷൻ ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. ഇപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ജാതിയിൽ സംവരണം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ലത്തീൻ കത്തോലിക്കർക്ക് സംവരണം ഉണ്ട്. ഞാൻ PSCക്ക് കുറേ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ചിലപ്പോൾ മാർക്കിൻ്റെ കുറവിലായിരിക്കും കിട്ടാതിരുന്നത്. പക്ഷേ ഈ ജാതിയിൽ സംവരണം ഉണ്ട് എന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. കടലിൽ നിന്നും 100 മീറ്റർ പോലുമില്ല വിജയമേരിയുടെ കടയിലേക്ക്. മക്കൾക്ക് നാട്ടിൽ ജോലി ലഭിക്കാത്തതിൽ വേദനിക്കുന്ന അമ്മമാരെയും ഈ തീരത്ത് കണ്ടു. 3 മാസമായി പോയിട്ട് ഒരു പിന്നെ ജോലി ഇല്ലാത്തതുകൊണ്ട് അവിടെയാണ് പോയത്. അവിടെ ജോലിയില്ല, യുദ്ധം നടക്കണുണ്ട്, എൻ്റെ പോയി അവധിപ്പെട്ട് കിടക്കണ്. അപ്പം ഞങ്ങൾ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ വീട് പോലും സുരക്ഷിത ഇല്ലാത്ത വീടാണ്. ആ മക്കൾ പോയെങ്കിലും 10 രൂപ കിട്ടി ഞങ്ങളെ ജീവിതം നയിച്ചു പോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. അപ്പം അവിടെ പോയി അവിടെയും ജോലിയില്ലാതെ മക്കൾ വരാൻ വേണ്ടി ഇല്ലാത്ത സ്ഥിതിയിലാണ് അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഭർത്താക്കന്മാർ കിടന്ന് കഷ്ടപ്പെട്ട് ഉപ്പുവെള്ളത്തിൽ മുങ്ങി പാടുപെടുന്നത് പോലെ ആകരുത്. ഞങ്ങളുടെ മക്കളെ നല്ലൊരു ജോലിക്കാക്കണം എന്നാണ് ഞങ്ങൾ ഇത്രയും പഠിപ്പിച്ചാൽ ഗവൺമെൻറ് അവർ എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ 8 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്താണ്, 2 പൈസ പലിശയ്ക്ക് നാട്ടിൽ നിന്ന് എടുത്താണ് റഷ്യയിൽ അയച്ചത്. 33-ൻ്റെ അന്ന് എൻ്റെ മോൻ വീട്ടിൽ വന്നിരിക്കുന്നു. കാരണം അവനെ ആളെ കടത്തി കൊണ്ടുപോയതാണ്. അങ്ങനെയും ചെയ്യുന്നു. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലും ആളെ കടത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 8 ലക്ഷം രൂപയില്ല. എൻ്റെ മോൻ എങ്ങനെയോ ജീവനോടെ നാട്ടിൽ വന്ന് കയറി. കടലുമായും അനുബന്ധ ഉപജീവന മാർഗങ്ങളുമായും യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളിലുള്ളവർ പോലും 4% സംവരണത്തിൽ നിന്ന് കൈയിട്ട് വാരുമ്പോൾ വിജയമേരിയെ പോലുള്ളവർക്ക് സർക്കാർ ജോലി സ്വപ്നം മാത്രമായി തുടരാനാണ് സാധ്യത. പൂവാറിൽ നിന്ന് ക്യാമറമാൻ C വിനോദിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലാണെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം പല കാരണങ്ങളാൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ ഒരാളാണ് ബാലരാമപുരം സ്വദേശികളായ ബാബുവിന്റെയും ശാന്തകുമാരിയുടെയും മകൻ BS ലിൻഡോ. പെട്ടെന്ന് ജോലി ലഭിക്കുമെന്ന വാഗ്ദാനം കേട്ടാണ് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കൾ മക്കൾക്ക് ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് വാങ്ങിയതെന്ന് ലിൻഡോ പറയുന്നു. ലിൻഡോയുടെ SSLC ബുക്കിൽ ഇപ്പോഴും ലത്തീൻ കാത്തലിക് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരൻ ഗസറ്റിൽ പരസ്യം ചെയ്ത് തിരികെ നാടാർ വിഭാഗത്തിലെത്തിയെന്നും താനും ജനിച്ച ജാതിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ലിൻഡോ ന്യൂസ് 18 വെളിപ്പെടുത്തി. ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചിലരെങ്കിലും ഇപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി തുറന്നു പറയാനും തയ്യാറാകുന്നുണ്ട്. പ്രധാനമായും യുവാക്കളാണ് അത്തരത്തിൽ മുന്നോട്ട് വരുന്നത്.
നെയ്യാറ്റിൻകര സ്വദേശിയായ ലിൻഡോ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണെന്ന് നമ്മളെ അറിയിക്കുകയുണ്ടായി. ലിൻഡോ, ഏത് സാഹചര്യത്തിലാണ് താങ്കൾ ഇങ്ങനെ ഈ ലത്തിൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയത്? ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് സംവരണം കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പള്ളിയിലോട്ട് പോവുകയും അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഇടയാവുകയും ചെയ്തത്. നിങ്ങളുടെ അമ്മയും മാതാപിതാക്കളൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഏത് വിശ്വാസത്തിലുള്ളവരാണ്? ഹിന്ദു വിശ്വാസികളാണ്. ജന്മനാല അവർ ഹിന്ദുക്കളാണ്. പാരമ്പര്യമായിട്ട് ഹിന്ദു നാടാറാണ്. നാടാർ വിഭാഗത്തിൽ ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ ഇപ്പോഴും ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. അവർ ഹിന്ദുക്കളായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ മതം എല്ലാവരും ഇങ്ങനെ മാറിയായിരുന്നു? മതം അല്ലെങ്കിൽ ജാതി ഇങ്ങനെ മാറിയായിരുന്നു? എൻ്റെ രണ്ടാമത്തെ സഹോദരൻ മാറിയായിരുന്നു. പിന്നെ അതുകൊണ്ടൊരു ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇപ്പം മാറി ഹിന്ദു നാടാർ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റോട്ട് ഗസറ്റിൽ കൊടുത്ത് ചേഞ്ച് ചെയ്തായിരുന്നു. ലിൻഡോ ഏത് വർഷമാണ് ഇത് മാറിയത്? ഞാൻ SLC കഴിഞ്ഞ് നിന്ന സമയത്താണ് ഇതേപോലെ പള്ളിയിലൊന്ന് വന്ന് പറയുകയും അവിടെ ചേർക്കുകയും സർട്ടിഫിക്കറ്റിൽ ലാറ്റിൻ കാത്തലിക് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ എന്ന് എഴുതിയാൽ മാത്രമേ സംവരണം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചേഞ്ച് ആവുകയും ചെയ്തത്. പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിൽ നിന്ന് പറയുകയായിരുന്നു ചെയ്തത്. പൈസ വല്ലതും നമ്മൾ ചിലവുണ്ടായിരുന്നു? നമുക്ക് മാസവരി കുടുംബവരി എന്നുള്ള രീതിയിൽ അവർ രജിസ്റ്ററിൽ അംഗത്വം ചേർക്കുകയും അതിന് മാസവരി കുടുംബവരി എന്നുള്ള രീതിയിൽ അവിടെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നേരം പൈസ വല്ലതും? ബിഷപ്പ് ഹൗസിൽ അന്ന് എത്ര അടച്ചെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്ന് അവിടെ നമ്മളൊരു ചെറിയൊരു തുക അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ താങ്കൾ ഇത് തിരിച്ച് പറയാൻ തയ്യാറാകുന്നത്? നാടാർ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ പോകാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ ഐഡൻറ്റിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് ലാറ്റിൻ കാത്തലിക് എന്നുള്ളൊരു മുക്കൂർ ഐഡൻറ്റിറ്റിയിലാണ് എൻ്റെ ഇതിരിക്കുന്നത്. സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അത് തുറന്നു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നമ്മൾ സ്വയം ജനിച്ച ജാതിയിൽ തന്നെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം. നിങ്ങളുടെ ബന്ധുക്കളിലൊക്കെ എല്ലാവരും ഇപ്പോഴും എങ്ങനെയാണ്? എല്ലാവരും തന്നെ ഇങ്ങനെ ഒത്തിരി പേര് മാറിയിട്ടുണ്ടോ? എൻ്റെ ബാക്കി ബന്ധുക്കളെല്ലാവരും ഹിന്ദു നാടാർ തന്നെയാണ് എല്ലാവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. അതിൽ ഒരു വേറിട്ടൊരു സർട്ടിഫിക്കറ്റായി മാറിയപ്പോൾ എൻ്റെത് ലാറ്റിൻ കാത്തലിക് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിലോട്ട് മാറി. ഒത്തിരി പേര് ഇങ്ങനെ മാറുന്നുണ്ട് നിങ്ങളുടെ പ്രദേശത്തൊക്കെ? നിരവധി പേര് മാറുന്നുണ്ട്. അത് ലാറ്റിൻ കാത്തലിക്കിൽ LC വിഭാഗത്തിൽ തന്നെ ഇപ്പം SIUC CSIയിൽ നിന്നുള്ള ആൾക്കാരടക്കം ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങോട്ട് മാറുന്നതായിട്ട് അറിവിലുണ്ട്. ഭരണഘടനാപരമായി മതം മാറ്റം നമുക്ക് അനുവദനീയമാണ്. ഒരാൾക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ ഒരാൾ ജനിച്ചു വളർന്ന സമുദായം, ജാതി അത് മാറ്റാൻ കഴിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളിലും മറ്റും പെട്ട് ഇങ്ങനെ മാറേണ്ടി വന്ന ലിൻഡോയെ പോലെ ചിലരെങ്കിലും ഇപ്പോൾ യഥാർത്ഥ വസ്തുത തുറന്നു പറയുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ C വിനോദിനൊപ്പം പ്രദീപ് സി നിർമ്മൺ, ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട വാർത്ത. തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായി ഇപ്പോഴും അനുഭവിക്കുന്ന സമൂഹം കൂടിയാണ് കേരളം. അതിനിടയിൽ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളല്ല നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ടവർക്ക് അത് നിഷേധിക്കപ്പെടുന്നു. അർഹതയില്ലാത്തവർ വളഞ്ഞ വഴികളിലൂടെ അത് നേടിയെടുക്കുന്നു. അതിന് ഒത്താശ ചെയ്യുന്നത് ആരാണ് എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെയാണ്. പ്രദീപ് സി നെടുമൺ തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന പ്രദീപ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. പ്രദീപ്, ജോലി തട്ടിപ്പ് എന്ന പരമ നഗ്നമായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അങ്ങനെ ഒരു ജോലി തട്ടിപ്പ് നിരന്തരം നടക്കുന്നു, വർഷങ്ങളായി നടക്കുന്നു. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം വളരെ